സിസ്റ്റർ വല്ല തിരക്കിലാണോ? അയ്യോ അല്ല സർ, ഞാനിപ്പോ വീട്ടുജോലികളൊക്കെ ചെയ്യുവാ. ഞാനൊരു ശല്യമായില്ലല്ലോ അല്ലേ? ഒരിക്കലും ഇല്ല പ്രതാപേട്ട. അയ്യോ ആളെ കൊല്ലാൻ പോലും മടിക്കാത്ത അംബിക എന്തിനാ ഇക്കാര്യത്തിൽ ഇത്ര ടെൻഷനാവുന്നേ? ഇതൊരു ചെറിയ കാര്യമാണോ പുഷ്കലെ? നിനക്ക് അങ്ങനെയാണോ തോന്നുന്നേ? അംബികയെ സംബന്ധിച്ചിടത്തോളം ഇത് ഈസിയായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ലേ? എന്ത് ഈസി? അത് കൈകാര്യം ചെയ്യാനുള്ള മാർഗം കൂടി നീ പറഞ്ഞതാ. അംബികയെ പോലെ ഇത്രയും കൂർമ്മ ബുദ്ധിയുള്ള ഒരാളോട് ഞാൻ ഇതിനുള്ള മാർഗം കൂടി പറഞ്ഞു തരണമല്ലോ. മകന്റെ വിവാഹം വളരെ ഈസിയായിട്ട് അംബികയ്ക്ക് നടത്താം. ഋതികയ്ക്കും രാജുവിനും കൊടുക്കാവുന്ന ഏക ഷോക്കാണ് പവിത്ര, അതായത് സംയുക്ത. അവര് കള്ളം പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന പവിത്ര എന്ന ക്യാരക്ടറെ ഒരായുധമായിട്ടങ്ങ് എടുക്കുക. അവളെ വെച്ചങ്ങ് ഗെയിം തുടരുക. അതോടെ ഋതികയും രാജുവും പടവാവും. ആ തക്കത്തിന് ആ ദിവ്യ അടിച്ചങ്ങ് വെളിയിലാക്കാം. എങ്ങനെയുണ്ട്? അത് കൊള്ളാം. താങ്ക് യു പുഷ്പകലെ. അപ്പൊ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചെറുക്കനിപ്പോ ജയിലിലാണ്. വീടെന്ന ജയിലില്. അവനിതൊന്നും പോരാ, ചെറിയ കാര്യങ്ങളാണ് അവൻ ചെയ്തു കൂട്ടിയിരിക്കുന്നേ. ദ്രോഹി. അല്ലടാ, അമ്മ മഹാറാണിക്ക് ഇത് കണ്ടിട്ടൊന്നും യാതൊരു ഇളക്കമില്ലേ? പ്രതികരിക്കാൻ ഒരു രക്ഷയില്ല. കത്രിക പൂട്ടിട്ടല്ലേ പൂട്ടിയിരിക്കുന്നത്. ഓർക്കപ്പുറത്തല്ലേ ദിവ്യ എന്ന ഇലക്ട്രിക് ഷോക്കും കൂടി കിട്ടിയത്. ആ ദിവ്യം കൂടി വന്നപ്പോ അംബികയുടെ വിക്കറ്റ് തെറിച്ചു. ഒരക്ഷരം മിണ്ടാനില്ല. അല്ല, ഇനി എന്താ ഇതിന്റെ ഒരു അവസ്ഥ? മാക്സിമം ശിക്ഷിക്കാനാണ് വർമ്മ സാറിന്റെ ഓർഡർ. അല്ല, ദിവ്യയും കുഞ്ഞിനെയും ഭാര്യ മകനുമായിട്ട് സ്വീകരിച്ച അവനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാന്ന് പറഞ്ഞു നോക്ക്. എന്റെ രാധമ്മ, അവനെ പോലത്തൊരു ഫ്രോഡ് ഈ സ്റ്റേറ്റിൽ വേറെ ജനിച്ചിട്ടില്ല. ദിവ്യയും കുഞ്ഞിനെയൊക്കെ സ്വീകരിക്കാന്ന് അവൻ സമ്മതിക്കും. പക്ഷേ പിന്നെ അവനെ മഷിയിട്ട് നോക്കിയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവൻ ഒരു കാലത്ത് നന്നാവില്ല. ആ അംബികയുടെ മോൻ ഇവൻ വല്ല ഗൾഫ് നാട്ടിലും പോയി കുറ്റം ചെയ്യണം, എന്നിട്ട് അവര് പിടിക്കണം. അതോടെ അവന്റെ കമ്പവും പോവും, കാറ്റും പോവും. അയ്യോ എന്റെ ദൈവമേ, പ്രതാപേട്ടനാണല്ലോ. ഹലോ സർ. സിസ്റ്റർ വല്ല തിരക്കിലാണോ? അയ്യോ അല്ല സർ, ഞാനിപ്പോ വീട്ടുജോലികളൊക്കെ ചെയ്യുവാ. ഞാനൊരു ശല്യമായില്ലല്ലോ അല്ലേ? ഒരിക്കലും ഇല്ല പ്രതാപേട്ട. അയ്യോ സോറി സർ, ഞാൻ അറിയാതെ അങ്ങനെ വിളിച്ചു പോയതാ. അതിനെന്താ, അങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ തമ്മിലൊരു അടുപ്പം തോന്നും, നല്ല സൗഹൃദം. ഈ സാറ് വിളിയിൽ എന്തോരു അകൽച്ച തോന്നുവാ. ഈ പ്രതാപേട്ടാന്ന് വിളിക്കുന്നത് എനിക്കും ഇഷ്ടം. ഇല്ല, ഞാൻ ഒരിക്കലും ഇനി സാറിന് അങ്ങനെ വിളിക്കില്ല. എനിക്ക് സാറിനോട് ബഹുമാനോ. അത് സിസ്റ്ററുടെ ഇഷ്ടം പോലെ ആവട്ടെ. അല്ല, സിസ്റ്റർ എന്നാ ഹൈദരാബാദിന് പോകുന്നത്? ഹൈദരാബാദിനോ? ആ, അല്ല മറന്നുപോയോ? ഞങ്ങളന്ന് സിസ്റ്ററുടെ വീട്ടിൽ വന്നപ്പോ പറഞ്ഞതല്ലേ ഹൈദരാബാദിന് പോകുന്നെന്ന്. ആ ഹൈദരാബാദ്, അത് നാളെ മറ്റന്നാളോ പോകാന്ന് വിചാരിക്കോ? ആ, പോകുമ്പോ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോണേ. ശരി സർ. പിന്നെ ഞാനൊരു സോറി പറയാനാ ഇപ്പൊ വിളിച്ചത്. സോറിയോ? എന്തിനാ സർ? ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ ചേച്ചി ഒരു അല്പം ഓവറായി സംസാരിച്ചു. അതൊക്കെ ചേച്ചിയുടെ ചില ഭാവനകളാ, മറ്റൊന്നും വിചാരിക്കല്ലേ. സോറി. അംബികേച്ചി പറഞ്ഞൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. സാർ അത് വിട്ടേക്ക്. ആ,
ഓക്കെ എന്നാ സിസ്റ്റർ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കുക. ഓക്കെ സർ. നേത്യാരമ്മ ചാച്ചാൻ പോവായിരുന്നോ? മാഡം വഴക്കിന് വന്നാണോ? അയ്യോ അല്ല, പൊന്നു മരുമോള് ഉറങ്ങുന്നതിന് മുൻപേ ലേശം കുശലാന്വേഷണം പറയാൻ വന്നതാ. നീ എന്ത് ധൈര്യത്തിലടി ഇതിനകത്തേക്ക് കയറി വന്നേ? ഈ അംബികാവർമ്മയെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഈ കൈകൊണ്ട് ഞെരിച്ചേ ഞാൻ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് നിനക്കറിയോ? ഒരീച്ചയെ അടിച്ച് കൊല്ലുന്ന എളുപ്പത്തില് നിന്നെ എനിക്ക് കൊല്ലാൻ കഴിയും. നിന്നെ കൊന്നതിനെ ഒരു തെളിവും എനിക്കെതിരെ ഉണ്ടാവാൻ പോകുന്നില്ല. അതറിയോ നിനക്ക്? ഇവിടേക്ക് കേറി വരാൻ നിനക്ക് എന്താടി ന്യായം? എന്നെ കല്യാണം കഴിച്ചവൻ താമസിക്കുന്ന വീടായത്. കല്യാണം കഴിച്ചവൻ താമസിക്കുന്ന വീടോ? അതെ, എന്നെ താലി കെട്ടിയവന്റെ വീട്, ഈ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്. ഛീ! ഈ കുഞ്ഞ് എന്റെ മകന്റേതാണെന്ന് എന്താടി ഉറപ്പ്? ദേ സ്ത്രീയെ, ഒരു പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യൂടി? ദേ ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്, ഇപ്പോ ഈ നിമിഷം. ജായ്ക്ക് രാമാനം സ്ഥലം വിട്ടോ. ആരെയും കാണാനോ അനുവാദം ചോദിക്കാനോ ഒന്നിനും നിക്കണ്ട. വേഗം വിട്ടോ. ഞാൻ പോവില്ല. നീ പോവില്ലേ? നിന്നെ ഞാൻ... അംബികേ, വേണ്ട. ദേ ദിവ്യ തൊട്ട 1 മാസത്തേക്ക് മാഡത്തിന്റെ കൈ പ്രവർത്തനരഹിതമായിരിക്കും. മനസ്സിലായില്ലേ? കയ്യില് പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് നടക്കൂന്ന്. ഇവളെ വെച്ചേ എന്നെ തോൽപ്പിക്കാമെന്ന് നീയും ഇവനും വിചാരിക്കണ്ട. കാരണം ഇവളെ ദീപകിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനേ എനിക്ക് നന്നായിട്ടറിയാം. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ അംബികെ. ദിവ്യയും കുഞ്ഞിനെയും അങ്ങനെയൊന്നും ഒഴിവാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ദിവ്യ ദീപകിന്റെ ഭാര്യ, ദീപകിന്റെ കുഞ്ഞിനെ പ്രസവിച്ചവളാ ദിവ്യ. പിന്നെ ദീപകിന്റെ ദിവ്യ സന്തതിയെ പ്രസവിച്ച ദിവ്യ തരുണി. നിങ്ങൾ ഭീഷണിക്കും വെല്ലുവിളിക്കും മുതിരുകയാണെങ്കിൽ നാളെ ദിവ്യയെ കൊണ്ട് ഞങ്ങൾ ആദ്യം ഒരു പോലീസ് കേസ് കൊടുപ്പിക്കും. സ്ത്രീ പീഡന കേസ്. ദീപകിന്റെ പേരില്.